ബാലേട്ടൻ്റെ കുടുംബത്തോടൊരു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ സംസാരിക്കാൻ തുടങ്ങുന്ന കാര്യം. അദ്ദേഹം നമ്മളെ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. അത് വലിയൊരു സങ്കടം തന്നെയാണ്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം മദ്രാസിൽ വരികയും നിങ്ങളെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. ചില സമയത്തൊക്കെ ശിവുമായിട്ട് വിളിച്ച് സംസാരിക്കാറുണ്ട് ബാലേട്ടൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ ആ സമയത്ത് നമ്മൾ വിട്ടുപോയ സമയത്ത് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ഒരു തരത്തിലും എത്താൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മകളെ വിളിച്ച് സംസാരിച്ചു. പക്ഷേ എന്താ പറയുക, ഇവരൊക്കെ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നു. ബാലേട്ടൻ എനിക്കൊരു എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ തന്നെ എൻ്റെ നാട്ടുകാരുടെ കണ്ടീഷനിലാവും എന്നൊക്കെ പറയാവുന്ന സാഹോദര്യമായിരുന്നു അദ്ദേഹത്തിന് എന്നോട്. വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സൗഹൃദത്തിനും വലിയ വില കൊടുത്ത ആളാണ്. ബാലേട്ടൻ്റെ കുടുംബമായിട്ടും നാട്ടിലുള്ള ബാലേട്ടൻ്റെ കുടുംബമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ബന്ധമുണ്ട്. ബാലേട്ടൻ്റെ അച്ഛനും എൻ്റെ അപ്പനും എൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഈ സൗഹൃദം ബന്ധം തന്നെയാണ് അദ്ദേഹത്തെ സിനിമാ നിർമ്മാണ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സുഗമോ ദേവി എന്ന ചിത്രം കണ്ടിട്ടുണ്ടാവും. ശ്രീ വേണുനാഥവഴി ആദ്യമായിട്ട് സംവിധായകനായ മാറിയ ചിത്രമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ കാലം തെറ്റിപ്പറന്ന സിനിമകൾ നിർമ്മിച്ച ആളാണ്. പക്ഷെ കാലം തെറ്റിപ്പറന്ന സിനിമകൾ എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം വളരെ നല്ല സിനിമകൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആളാണ് ബാലേട്ടൻ. അദ്ദേഹത്തിൻ്റെ മാളൂട്ടി, പഞ്ചവടി പാലം, തൂവാനത്തുമ്പികൾ, മൂന്നാം പക്ക്, ഇതിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ശശികുമാർ സാറിനൊക്കെ പത്താമത്തെ. ഈ സിനിമകളൊക്കെ അന്ന് ഇറങ്ങിയതിനെക്കാട്ടും പിൽക്കാലത്താണ് ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടത്. തൂവാനത്തുമ്പികളൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഒരുപാട് വിശേഷണങ്ങളുള്ളതാണല്ലോ. എല്ലാവർക്കും നോക്കാതെ സിനിമ നിർമ്മിച്ച കലാമൂല്യമുള്ള സിനിമയ്ക്കായിട്ട് പ്രയത്നിച്ച അദ്ദേഹത്തിൻ്റെ ബാനറിനൊരു പേര് തന്നെ ഉണ്ടായിരുന്നു, ഗാന്ധിമതി സമം ക്വാളിറ്റി, സമവാക്യം. സിനിമയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു, നല്ല സിനിമയ്ക്ക് വേണ്ടി. പിന്നെ അസാമാന്യമായ സംഘടന പാഠവേണ്ട ആളായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഷോയുമായി ബന്ധപ്പെട്ട് വിദേശത്തും ഇവിടെയുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഭയങ്കര ലോജിസ്റ്റിക്സ് അതിൻ്റെ ഒരാളായിരുന്നു. നല്ല ഭക്ഷണം ഇഷ്ടമുള്ള ആളായിരുന്നു. ഒരുപാട് ഒന്നും ബാലേട്ടനെക്കുറിച്ച് നല്ല ഓർമ്മകളല്ലാതെ വേറെ ഓർമ്മകളൊന്നും എനിക്ക് പറയാനില്ല. ഞാനെപ്പോഴും ബാലേട്ടനെ കാണുമ്പോൾ ചോദിക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റിയും ചേച്ചിയെ പറ്റിയും കുട്ടികളെ പറ്റിയൊക്കെ. കുറേ നാൾ മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും ഡിന്നറിനൊക്കെ പോവുകയൊക്കെ ചെയ്തു. എന്നാലും ഞങ്ങൾ പലപ്പോഴും എറണാകുളത്ത് വെച്ചുമൊക്കെ കാണുമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കണ്ടില്ലെങ്കിലും ബാലേട്ടനെ ഷിബുമായിട്ടുമൊക്കെ ഒരുപാട് തവണ ഞങ്ങൾ കാണും. രോഗം കലശലായതിനു ശേഷം അദ്ദേഹത്തെ നേരിട്ടാകുന്നതിൽ എന്നൊരു സങ്കടം വീണ്ടും ബാക്കി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തെ ഓർമ്മകളും ആ ബിംബങ്ങളും മങ്ങാതെ എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. കഴിഞ്ഞ വർഷം എൻ്റെ ജന്മദിനത്തിന് അദ്ദേഹം മദ്രാസിൽ വന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണണം, അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വന്നിരുന്നു. വീണ്ടും നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് കാണാമെന്നുള്ള വാക്കിനാണ് കൂടി അദ്ദേഹം പറഞ്ഞത്. കാലത്തിലുള്ള ഒരു വേർപാടായിപ്പോയി അദ്ദേഹത്തിൻ്റെത്. അതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതെന്നൊരു സഹോദരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ആ വേർപാടിൽ നിന്ന് കരകയറാൻ കുടുംബങ്ങൾക്ക് മനഃശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നടത്തുന്നു. ബാലേട്ടൻ നിങ്ങളെ വിട്ടുപോകില്ല എന്ന വിശ്വാസത്തോടെ. താങ്ക് യു.
ഔപചാരികമായി വെബ്സൈറ്റിൻ്റെ ലോഞ്ച് ഇവിടെ നിർവഹിക്കാനും പ്രിയപ്പെട്ട ലാലേട്ടനെ ക്ഷണിക്കുന്നു. ബേബി ജോൺ ഫൗണ്ടേഷൻ വെബ്സൈറ്റിൻ്റെ ലോഞ്ച് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോടുകൂടിയും സമ്മതത്തോടുകൂടിയും ഞാൻ നിർവഹിക്കുകയാണ്. ഔപചാരികമായി ബേബി ജോൺ ഫൗണ്ടേഷൻ വെബ്സൈറ്റ് ലോഞ്ചിങ് നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇതിൽ ബേബി ജോൺ എന്ന് പറയുന്ന പ്രശസ്തന്റെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്റെ ഒരുപാട് ചിത്രങ്ങളൊന്നും നമ്മുടെ പക്കലില്ല. ഇപ്പൊ ഇവിടെയുള്ള നിങ്ങളുടെയൊക്കെ പക്കൽ ഏതെങ്കിലുമൊക്കെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു വെബ്സൈറ്റിൽ തന്നെ ഒരു നമ്പർ ഉണ്ടാവും, അതിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി വെബ്സൈറ്റിന്റെ ഔപചാരികമായിട്ട് ലോഞ്ച് നിർവഹിച്ച ലാലേട്ടന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയുടെ വിശിഷ്ട സാന്നിധ്യമായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേണുചേട്ടനാണ്. ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജി വേണുഗോപാൽ അവർകളെ ക്ഷണിക്കുന്നു. ഉള്ളം ഈ സ്നേഹലാളനം നീന്തും സാഗരം ഉണരുമേ ഗാനം ഉരുകുമെന്നുള്ളം. കഴിഞ്ഞ ഏപ്രിലാണ് ബാലനെ വിട്ടു പോകുന്നത്. ഇതൊരു 6ാം മാസത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഏപ്രിൽ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു മാസമാണ് എന്ന് പറയുന്നത് മഹാനായ കവി T.S. Eliot ആണ്. April is the cruelest month, breeding lilacs out of the dead heart, mixing memory and desire. ഓർമ്മകളും ആഗ്രഹങ്ങളും കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു സ്മരണാഞ്ജലി എന്ന് പറയുന്നത്. ഞാൻ ഒരു 24 വയസ്സിലേക്ക് തിരിച്ച് പോകേണ്ടി വരികയാണ്. ഓർത്തെടുക്കുമ്പോൾ 1986 ആണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് തൂവാനത്തുമ്പികൾ എന്ന സിനിമയുടെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അന്ന് മുതൽ എക്കാലവും എന്നെ സ്വന്തം കുടക്കീഴിലെടുത്ത് ചേർത്ത് പിടിച്ച് ഒരു